പിന്നെ സിനിമയുടെ ഒരു പ്രമേയ പരിസരം നോക്കുകയാണെങ്കിൽ കൊല്ലത്തിൻ്റെ ജീവിതാവസ്ഥകളുണ്ട്. അതിൽ ഈ സിനിമയിൽ ഒരു ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഒരു താറാവിനെ പിടുത്തവും പരിപാടികളൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഒരു കൊല്ലത്തുകാരൻ്റെ മാനസിക സംഘർഷങ്ങൾ, എങ്ങനെയൊക്കെയാണ് അവൻ ഓരോ സിറ്റുവേഷനിൽ ഇടപെടുക, എന്തൊക്കെയാണ് അവൻ്റെ എടുത്തുചാട്ടങ്ങൾ, എന്തൊക്കെയാണ് അവൻ്റെ ജീവിത പരിസരങ്ങൾ, പ്രത്യേകിച്ചും ഈ കായലും കടലും ഒക്കെ ചേരുന്ന ഭൂപ്രദേശങ്ങളിലൂടെ നമ്മൾ അവരിലൊരാളായിട്ട് അതിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കും. ആ ഒരു എന്താ പറയുക, കടലിൻ്റെ പ്രത്യേകതകൾ, കായലിൻ്റെ പ്രത്യേകതകൾ, അവിടേക്ക് ഒരു സിനിമ നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലൂടെ നമ്മൾ സഞ്ചരിക്കും എന്നുള്ളതിനൊക്കെ ഒരു ഉദാഹരണം കൂടിയായിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് എൻ്റർടൈൻ ചെയ്യിക്കണം. പ്രത്യേകിച്ചും ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റോ, അല്ലെങ്കിൽ ഇത് വയലൻസ് ഒരുപാടുള്ളൊരു സിനിമയാണ്, അല്ലെങ്കിൽ ഇത് ഒരുപാട് ചിരിപ്പിക്കാനുള്ളൊരു സിനിമയാണ്, അങ്ങനെ പ്രത്യേകിച്ചൊരു ടാഗ് ലൈനും ഈ സിനിമയിലെല്ലാം ഉണ്ട്. ഈ സിനിമയിൽ വയലൻസ് ഉണ്ട്, ഈ സിനിമയിൽ ചിരിക്കാനുള്ളതുണ്ട്, ഈ സിനിമയിൽ നല്ലൊരു കഥയുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വളരെ കുറഞ്ഞ സമയം, പ്രത്യേകിച്ചും ഈ സിനിമ ആകെ 2 മണിക്കൂർ 8 മിനിറ്റോളം മാത്രമേ ഉള്ളൂ. വളരെ നല്ലൊരു സിനിമ കണ്ട് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൊന്മാന് ടിക്കറ്റ് എടുക്കാം. ഈ സിനിമ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല.